നമസ്കാരം. ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം അവരുടെ എക്സ്ക്ലൂസീവ് ന്യൂസായി പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്. അതായത് ഒരു കൗമാരക്കാരൻ, തിരുവനന്തപുരം സ്വദേശിയായ ഒരു കൗമാരക്കാരൻ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാകുന്നു. ഇയാൾ മർദ്ദനത്തിന് ഇരയാകുന്നത് കൂത്തുപറമ്പിലെ ഒരു മദ്രസയിൽ വെച്ചാണ്. കഴിഞ്ഞ 4 മാസമായി ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദന മുറകൾക്ക് ഇരയാവുകയായിരുന്നു ആ വിദ്യാർത്ഥി. കൂത്തുപറമ്പിലെ ഒരു മദ്രസയിൽ വെച്ച് ആ മദ്രസയിലെ അധ്യാപകനായ ഉമയർ അഷറഫി എന്ന നരാധമനാണ് ഈ വിദ്യാർത്ഥിയെ കഴിഞ്ഞ 4 മാസമായി ശാരീരികമായി പീഡിപ്പിക്കുന്നത്. ഇയാളുടെ മർദ്ദന മുറകൾ അത് ഈ കുട്ടി ഇന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അതിക്രൂരമായ മർദ്ദന മുറകൾക്ക് ഏറ്റവും അവസാനമായി ഈ വിദ്യാർത്ഥി ഇരയാകുന്നത്. അതിനു മുമ്പ് 4 മാസമായി ഈ തരത്തിലുള്ള മർദ്ദന മുറകൾ ഇയാൾ നടത്തുകയായിരുന്നു. ആദ്യമൊക്കെ തമാശ രൂപേണയാണ് ഈ അധ്യാപകൻ ഈ വിദ്യാർത്ഥിക്ക് നേരെ ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ നടത്തിയിരുന്നത്. പക്ഷെ പിന്നീട് ശരീരത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ അതിക്രൂരമായ മർദ്ദന മുറയിലേക്ക് മാറി. അപ്പോഴാണ് ആദ്യമൊക്കെ ഇത് ആസ്വദിച്ചിരുന്നുവെങ്കിലും പിന്നീട് തനിക്ക് നേരെ വരുന്നത് അതിക്രൂരമായ മർദ്ദനമാണ് എന്ന് ഈ വിദ്യാർത്ഥി മനസ്സിലാക്കുന്നതും. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ഈ വിദ്യാർത്ഥിയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. അതായത് ഇസ്തിരിപ്പെട്ടി ചൂടാക്കി സ്വകാര്യ ഭാഗങ്ങളിൽ പൊള്ളിക്കുക അടക്കമുള്ള മർദ്ദന മുറകളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ മർദ്ദനം സഹിക്കവയ്യാതെ വെളുപ്പിന് 3:30, അതായത് പുലർച്ചെ 3:30 മദ്രസയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് ഈ വിദ്യാർത്ഥി മൊഴി നൽകിയിട്ടുള്ളത്. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി ഓടിയ വിദ്യാർത്ഥി തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ അഭയം തേടുന്നു. അവിടുത്തെ മഹല്ല് കമ്മിറ്റിയിലെ അധികൃതരോട് തന്നെ എത്രയും വേഗം ഒരു പോലീസ് സ്റ്റേഷനിലോ ആശുപത്രിയിലോ എത്തിക്കണം എന്ന് ഇയാൾ ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് ഈ കൗമാരക്കാരനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം രക്ഷിതാക്കളെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. തിരുവനന്തപുരത്തെ രക്ഷിതാക്കളെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. പിന്നീടാണ് തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ ചികിത്സ തുടരുകയും പോലീസിനെ അറിയിച്ചുകൊണ്ട് നിയമ നടപടികളിലേക്ക് കടക്കുന്നതും. എന്തായാലും ഈ അധ്യാപകൻ ഉമയർ അഷറഫിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം വിഴിഞ്ഞം പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ഈ കേസ് നിയമപ്രകാരം ആ കൂത്തുപറമ്പ്, അതായത് ഈ മർദ്ദനം നടന്ന പോലീസ് സ്റ്റേഷൻ പരിധിയായ കൂത്തുപറമ്പ് പോലീസിന് കൈമാറും എന്നാണ് ഇപ്പോൾ വിഴിഞ്ഞം പോലീസ് അറിയിക്കുന്നത്. എന്തായാലും അതിക്രൂരമായ മർദ്ദന മുറയായിരുന്നു. കഴിഞ്ഞ 4 മാസമായി ഇത്തരത്തിൽ ഇസ്തിരിപ്പെട്ടി ചൂടാക്കി പൊള്ളിക്കുക, അതോടൊപ്പം തന്നെ പ്ലെയർ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ രഹസ്യ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ചെവി, മൂക്ക് എന്നിവിടങ്ങളിലുമൊക്കെ മുറിവുണ്ടാക്കുക, മുളകുപൊടി തേക്കുക ഈ മുറിവിൽ എന്നിങ്ങനെ അതിക്രൂരമായ ഒരു സൈക്കോ കണക്കിലാണ് ഈ മദ്രസയിലെ അധ്യാപകൻ ഈ കുട്ടിയോട് പെരുമാറിയത് എന്ന് മാത്രമല്ല, ഈ വിദ്യാർത്ഥിയെ മർദ്ദിക്കാനും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിയെ പീഡിപ്പിക്കാൻ ആവശ്യമായ ഇസ്തിരിപ്പെട്ടി ചൂടാക്കുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മറ്റു വിദ്യാർത്ഥികളെയാണ് ഇയാൾ ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ അത്യന്തം ക്രൂരമായ മർദ്ദന മുറകൾ അരങ്ങേറിയിരുന്ന ആ മദ്രസയിൽ നിന്നും ഈ വിദ്യാർത്ഥി ഒടുവിൽ സഹികെട്ട് ഓടിപ്പോവുകയായിരുന്നു. ഇതാണ് ഇന്ന് രാവിലെ വന്ന വാർത്ത. വിദ്യാർത്ഥിയുടെ മൊഴി നമ്മൾ കണ്ടു. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ പോലീസ് കേസ് കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ വാർത്തയുടെ പ്രാധാന്യം ഈ വാർത്ത പുറത്തുവിട്ട മാധ്യമത്തിന് പോലും കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ അതീവ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകുന്നു. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യപ്പെടുന്നു, അവരുടെ വാതിലിൽ തട്ടുന്നു, അവരെ മറ്റെന്തിനൊക്കെ നിർബന്ധിക്കുന്നു എന്നിങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വിവാദങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരളം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലെ നടിമാരെ സംരക്ഷിക്കാനായി ഒരു പുതിയ കമ്മിറ്റി വരുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ട് പഠിക്കാനായി ഒരു SIT വരുന്നു. ആ SITക്ക് മേൽ കോടതിയുടെ നിരീക്ഷണം വരുന്നു. ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി സാക്ഷര കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമാ നടിമാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവർ പ്രായപൂർത്തിയായവരാണ് ഭൂരിഭാഗവും. അവർക്കാണ് സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന സമൂഹമാണ്. അവർക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. അവരെ ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് പണമുണ്ട്, അവരെ ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് നിയമസഹായം എത്തുന്നുണ്ട്. പക്ഷേ ഈ മദ്രസ പീഡനങ്ങൾ എന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. കേരളത്തിൽ പത്രമാധ്യമങ്ങളിലൂടെ നിരവധി കേസുകളാണ് നമ്മൾ വായിച്ച് നമ്മുടെ മനസ്സിൽ കൊള്ളാതെ പുറത്തേക്ക് പോകുന്നത്. അതായത് മദ്രസയിൽ 6 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടു, 12 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടു. ഇതിലേറെയും
ആൺ പെൺ വ്യത്യാസമില്ലാത്ത പീഡനങ്ങളാണ്. മദ്രസയിൽ പോകുന്നവരെ ഉപദ്രവിക്കുന്നു ഉസ്താദുമാർ, മാത്രമല്ല അവരെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു. ആൺകുട്ടികളെ പോലും ലൈംഗികമായി പീഡിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കേസുകളിൽ വിധി വരുന്നുണ്ട്, പലപ്പോഴും ഹൈക്കോടതി വിധി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന വിചാരണ കോടതികളുടെ വിധി വരുന്നുണ്ട്. ഈ വിധിയെല്ലാം പലതും നമ്മൾ വായിച്ചാൽ, ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും 60 വർഷത്തേക്ക് 80 വർഷത്തേക്കൊക്കെയാണ് ഈ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്നത്. അത്രമാത്രം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ മദ്രസയിലെ വിദ്യാർത്ഥികളോട് ഈ പ്രതികൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അങ്ങനെ 60 വർഷവും 50 വർഷവും ഒക്കെ ശിക്ഷ ലഭിക്കുന്നുണ്ട്. ഇത്തരം കേസുകൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ പുറത്തേക്ക് വരാത്ത നൂറുകണക്കിന് കേസുകൾ ഇനിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതിൻ്റെ അർത്ഥം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന പല മദ്രസകളും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവയാണ്, അവയ്ക്ക് അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്നവയാണ്, അവയ്ക്കുള്ളിൽ ക്രൂരമായ പീഡനങ്ങൾ നടക്കുന്നുണ്ട്, ലൈംഗിക പീഡനങ്ങൾ നടക്കുന്നുണ്ട്, അല്ലാത്ത ശാരീരിക പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന് ആൺകുട്ടികളും പെൺകുട്ടികളും ഇരയാവുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട് സമൂഹത്തിൽ. പക്ഷേ ഇത്തരം വാർത്തകൾ ശ്രദ്ധിക്കാനോ മദ്രസയിൽ നിന്നും പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന കുട്ടികൾക്ക് നീതി ലഭിക്കാനായി, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനോ ഇവിടെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാൻ ആർക്കും ധൈര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉത്തർപ്രദേശിൽ എവിടെയോ ഒരു അധ്യാപിക തൻ്റെ വിദ്യാർത്ഥിയെ മറ്റൊരു വിദ്യാർത്ഥിയെ കൊണ്ട്, അതായത് ആ വിദ്യാർത്ഥിയുടെ സഹപാഠിയെ കൊണ്ട് തല്ലിച്ചു എന്ന കേസ് വളരെയധികം വിവാദമായിരുന്നു. അതും അതിപ്രാകൃതമായ ഒരു സംഭവമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ ആ കാര്യത്തെ ഇവിടെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയവർ എത്ര പേരുണ്ട്? ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ആ വിദ്യാർത്ഥിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചതും സൗജന്യ വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്തതുമെല്ലാം. പക്ഷേ കേരളത്തിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മദ്രസയിൽ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കണക്കിലെടുക്കാനോ എന്തുകൊണ്ടാണ് മദ്രസകളിൽ ഇത്രയധികം പീഡനങ്ങൾ നടക്കുന്നത് എന്ന് പഠിക്കാനോ ഈ പറയുന്ന പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ ഉറപ്പുവരുത്താനോ ഉള്ള ഒരു സംവിധാനം കേരളത്തിൽ ഇതുവരെ ആരും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് ഒരു മദ്രസയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുകയായിരുന്നു. ഇത് ആരെങ്കിലും കൊന്നതാണോ ആത്മഹത്യ ചെയ്തതാണോ അക്കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം എവിടെ എത്തി എന്നൊക്കെ ഇനി അന്വേഷിക്കേണ്ട കാര്യമാണ്. എന്തായാലും ആ പെൺകുട്ടിയെ ഒരു പ്രണയബന്ധത്തിൽപ്പെട്ടതിൻ്റെ പേരിലാണ് നല്ല നടപ്പിനായി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയാക്കുന്നത്. അവിടെ ക്രൂരമായ മർദ്ദന മുറകൾക്കും മാനസികമായ പീഡനങ്ങൾക്കുമൊക്കെ ഈ കുട്ടികൾ ഇരയാവുകയാണ്. ഒടുവിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. അതിന് ആ പെൺകുട്ടിയുമായി മുമ്പ് പ്രണയബന്ധമുണ്ടായിരുന്ന യുവാവിന് നേരെ അല്ലെങ്കിൽ യുവാവിൻ്റെ മേൽ ഒരു പീഡന കേസ് ചുമത്തി ആ കേസ് തേച്ചുമായ്ച്ച് കളയുകയാണ്. സത്യത്തിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതാര്, ശാരീരികമായി ഉപദ്രവിച്ചതാര്, മരണത്തിലേക്ക് തള്ളിവിട്ടതാര്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരുവിധ അന്വേഷണവും ഇവിടെ നടക്കുന്നില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള ചട്ടം പഠിപ്പിക്കുന്ന നിയമവിരുദ്ധമായ പ്രാകൃതമായ കേന്ദ്രങ്ങൾ മദ്രസ എന്ന പേരിൽ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതെങ്കിലും തരത്തിൽ അനുസരണക്കേട് കാണിക്കുന്ന വിദ്യാർത്ഥിനികൾ, പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നവർ, അതുപോലെ തന്നെ മത നേതൃത്വത്തെയും കുടുംബാംഗങ്ങളെയും അനുസരിക്കാത്ത കുട്ടികൾ, ഇവരെയൊക്കെ ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി തല്ലിച്ചതച്ച് മാനസികമായ പീഡനങ്ങൾ ഏൽപ്പിച്ച് അവരെ നന്നാക്കിയെടുക്കാനുള്ള അശാസ്ത്രീയമായ ശ്രമം നടക്കുന്നുണ്ട്. നമ്മുടെ സർക്കാർ ഇത് അറിഞ്ഞിട്ടും അറിയാതെ ഭാവിക്കുകയാണ്. ഇത്തരം കേന്ദ്രങ്ങൾ എല്ലായിടത്തുമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ കീഴിലാണ് ഈ ബാലരാമപുരത്തെ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് എന്ന് പിന്നീട് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ പല സൂചനകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ, പ്രണയബന്ധത്തിൽപ്പെടുന്ന പെൺകുട്ടികളെ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള മർദ്ദന മുറകൾക്ക് ഇരയാക്കുകയാണ്. വിഴിഞ്ഞം സ്വദേശിയായ അല്ലെങ്കിൽ തിരുവനന്തപുരം സ്വദേശിയായ ഈ വിദ്യാർത്ഥി എന്തിനാണ് കൂത്തുപറമ്പിലെ മദ്രസയിൽ പഠിക്കാൻ പോയത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള കുട്ടികളെ, അനുസരണക്കേട് കാട്ടുന്നവരെ, സമൂഹവുമായി പിണങ്ങി നിൽക്കുന്നവരെ, മത നേതൃത്വത്തിൻ്റെ തിട്ടൂരങ്ങൾ അനുസരിക്കാത്തവരെ, ഒരല്പം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന കുട്ടികളെ, ഇവരെയൊക്കെ ചട്ടം പഠിപ്പിക്കാനായി ഇത്തരത്തിലുള്ള നിഗൂഢ കേന്ദ്രങ്ങൾ സാംസ്കാരിക കേരളത്തിലുണ്ട്. ഈ കേന്ദ്രങ്ങളിൽ പലരും ഇനിയും നൂറുകണക്കിന് കുട്ടികൾ ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. ചിലർ അതിനകത്ത് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ചിലർ പിന്നീട് ജീവിതമേ നശിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. അവരുടെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ അവരുടെ കഴിവുകളുമെല്ലാം അവിടെ നശിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടിയെടുക്കാൻ സർക്കാർ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള കേസുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ആരോപണമായി കരുതണ്ട. ഇതുവരെ
എത്രമാത്രം കുട്ടികൾ മദ്രസകളിൽ നിന്നും പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്, എത്ര അധ്യാപകന്മാർ ഇതുവരെ കോടതി തന്നെ ശിക്ഷിച്ചിട്ടുണ്ട്, എത്ര പേർ ശിക്ഷ കാത്തു കിടപ്പുണ്ട്. അതൊക്കെ പഠിച്ച് പുറത്തു കൊണ്ടുവന്ന ഒരു ധവളപത്രം ഇറക്കാൻ സർക്കാർ തയ്യാറാകണം. അതാണ് സർക്കാർ കാണിക്കേണ്ട സാമൂഹിക നീതിയും. സിനിമാ നടികൾക്ക് മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇത്തരത്തിലുള്ള ചൂഷണത്തിൽ നിന്നും സംരക്ഷണം ആവശ്യമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.